അതാണ് സാഹചര്യം. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. 48 മണിക്കൂറിലധികമായി ഇവർ കൊളംബോ എയർപോർട്ടിൽ കുടുങ്ങിയ നിലയിലാണ്. നമുക്ക് ആ ചിത്രങ്ങളൊക്കെ കാണാം. ഭക്ഷണവും വെള്ളവുമൊക്കെ അവർക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇവരിൽ പലരും കരഞ്ഞ് നമ്മുടെ പ്രതിനിധി അപർണ കുറുപ്പുമായി സംസാരിച്ചിരുന്നു. അപർണ, ഇവർ പറയുന്നത് എന്താണ്? നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ദുരിതത്തിലാണ് ഇവരെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? രഞ്ജിത്ത്, 26-ാം തീയതി വൈകുന്നേരമാണ് പുറപ്പെട്ടിരിക്കുന്നത്. അതായത് ശ്രീലങ്കൻ എയർവേസ് റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വിമാനത്തിൽ 60ഓളം മലയാളികൾ അടങ്ങുന്ന സംഘം. മലയാളികൾ കൂടുതലും മറ്റു ആൾക്കാരുണ്ട്, പക്ഷെ മലയാളികൾ തന്നെ 60-ലേറെ പേരുണ്ട്. അത്രയും പേര് 26-ാം തീയതിക്ക് പുറപ്പെട്ട വിമാനം 27-ാം തീയതി രാവിലെ ആണ് ശ്രീലങ്കയിൽ എത്തുന്നത്. ആ നിമിഷം തൊട്ട് ഇപ്പോൾ വരെ അവർ കൊളംബോയിൽ കുടുങ്ങിയ അവസ്ഥയാണ്. ഇവർ പറയുന്നത് റിയാദിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് വിഷയം അറിയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിമാനം ക്യാൻസൽ ചെയ്യാമായിരുന്നു. അതുണ്ടായില്ല. ഈ വിമാനം കൊളംബോയിൽ ഇറക്കാതെ, കൊളംബോ പ്രധാന എയർപോർട്ടിൽ ഇറക്കാതെ 250 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇറക്കി ഇവരോട് സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ കൊളംബോയിലേക്ക് പറയാൻ പോകുമായിരുന്നു. അപ്പോഴേ വലിയ പ്രതിഷേധം മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം ഇവരെ റോഡ് മാർഗം കൊളംബോയിലേക്ക് കൊണ്ടുവന്നു. 27-ാം തീയതി രാവിലെ ഇവർ കൊളംബോ എയർപോർട്ടിലെ ലോബി 27 മുതൽ ഇപ്പോ ഈ മിനിറ്റ് വരെ ഇവർ ലോബിക്കകത്താണ്. ഏതെങ്കിലും തരത്തിലുള്ള അക്കോമഡേഷൻ ഇല്ല. എപ്പോ വിമാനം പുറപ്പെടുമെന്ന് പറയുന്നില്ല. മറ്റ് സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. കുട്ടികളും സ്ത്രീകളൊക്കെ അടങ്ങുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പൊ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ശ്രീലങ്കൻ എയർവേസ് ഇതുപോലെ സൈക്ലോൺ കാരണം വ്യോമപാത തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ വിമാനങ്ങൾ വരികയും പോകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബദൽ മാർഗം പോലും ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വലിയ വിഷയം. ഇതിൽ നമുക്ക് വിളിച്ചിരിക്കുന്നത് പലരും വാട്സപ്പ് വഴിയാണ്. അല്ലാതെ ഈ നമ്പർ വിളിക്കാൻ പറ്റില്ല. ശ്രീലങ്കയിൽ ആ നമ്പറുകൾ കിട്ടുന്നില്ല. വൈഫൈ പോലും ലിമിറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പരാതിയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ വീഡിയോ വഴി അവർക്ക് സന്ദേശങ്ങൾ കുറച്ചുകൂടെ ആ സ്ഥിതി എന്താണ്, എത്രത്തോളം ദയനീയമാണ്, രൂക്ഷമാണെന്നും കൂടെ നമുക്ക് ചിലപ്പം ആ വീഡിയോ വരുമ്പോഴായിരിക്കും മനസ്സിലാക്കുക. കാരണം ഫോട്ടോകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ എംബസി വളരെ പെട്ടെന്ന് ഇടപെട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു അക്കോമഡേഷൻ എങ്കിലും ഏർപ്പെടുത്തണമെന്ന് പറയുന്നു. കാരണം 26-ാം തീയതി വൈകുന്നേരം പുറപ്പെട്ടവര് ഇപ്പോൾ പോലും അവർ ലോബിക്കകത്ത് ഇത്രയും പേര് 60-ലേറെ പേര് അതിനകത്തുണ്ടെന്ന് എല്ലാവരും ഒരുവിധം വളരെ കരയുന്നൊക്കെ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൺ എപ്പോ കട്ടാവും എന്നറിയില്ല. വൈഫൈ തന്നെ ഈ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റ് ഒരുപക്ഷെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് അവിടെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർ ചോദിക്കുന്ന ചോദ്യം മറ്റ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ശ്രീലങ്കൻ എയർവേസ് ഒരുപക്ഷെ ആ ഒരു വലിയ ഒരു റിസ്ക് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാവുമായിരിക്കും. പക്ഷെ അപ്പോൾ എന്തെങ്കിലും ഒരു ബദൽ മാർഗം ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തണം. എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ കുട്ടികളടക്കമുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താണ്, ഭക്ഷണത്തിന്റെ വിഷയം, വെള്ളം കിട്ടുന്നുണ്ടോ, ഇത്തരം കാര്യം. ഒരാൾ കുഴഞ്ഞു വീണ, ആ സംഘത്തിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിന്റെ ചിത്രങ്ങളും കൂടി അവർ അറിയിച്ചു തന്നു. കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അവിടെ കൃത്യമായിട്ട് ഇടപെടുന്നില്ല ആരും. ശ്രീലങ്കൻ എംബസി വളരെ നിസ്സംഗതയിൽ പെരുമാറുകയാണെന്നുള്ളൊരു ആരോപണമൊക്കെ ആ ഭാഗത്തുണ്ട്. സ്വാഭാവികമായിട്ടും വലിയൊരു ഒരു ദുരന്ത മുഖത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസിലും കൂടെയാണ് കൊളംബോ എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നടക്കം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലെങ്കിലും ഉണ്ടായാൽ ഇത്രയും വലിയ ഒരു സംഘം കൊളംബോയിൽ കുടുങ്ങിക്കിടക്കുന്നത് 60-ലേറെ മലയാളികൾ. അതാ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടവരാണ് എല്ലാവരും. 26-ാം തീയതി പുറപ്പെട്ടു. 26-ാം തീയതി 27-ന് അവര് അപ്പൊ തന്നെ അവർക്ക് വലിയ പ്രതിഷേധം നടത്തിയിട്ടാണ് കൊളംബോയിലെങ്കിലും എത്തിയത്. കൊളംബോയിൽ നിന്ന് നോക്കണം, നമ്മൾ 250 കിലോമീറ്റർ മാറിയുള്ള ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിലൊക്കെയാണ് ഇവരെ കുറെ മണിക്കൂറുകൾ, ഇവര് 3-4 മണിക്കൂറുകൾ ഇവർക്ക് ഫ്ലൈറ്റ് തന്നെ കഴിയേണ്ടി വന്നു. ആ സമയത്ത് ഭക്ഷണത്തിനും വെള്ളത്തിനും പോലും വലിയ പ്രതിഷേധം. 26 എന്ന് പറയുമ്പോൾ അപർണ ഇന്ന് 29 ആയി. ഏതാണ്ട് 48 മണിക്കൂർ അല്ലെ, 48 അല്ലെ 72 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് അവരുടെ അവസ്ഥ. ഈ പറഞ്ഞതുപോലെ ഇവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഈ എയർ കമ്പനി നൽകുന്നില്ല എന്നുള്ളതാണല്ലേ? ഭക്ഷണവും വെള്ളവും ഇല്ല. അതാണ് രഞ്ജിത്തെ, 48 മണിക്കൂറും കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരു കൃത്യമായ അക്കോമഡേഷൻ എങ്കിലും ഏർപ്പെടുത്തണമെന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് ഇരിക്കാൻ പോലും ഈ 60 പേരും ഇപ്പോൾ ഉള്ളത് ലോബിയിലാണ്. 27-ാം തീയതി രാവിലെ തൊട്ട് 27-ാം തീയതി രാവിലെ അവർ എയർപോർട്ടിൽ എത്തുന്നു. ആ എയർപോർട്ടിൽ അവർക്ക് 4-6 മണിക്കൂർ, അത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. എന്നിട്ട് ഇവരോട് സ്വന്തമായിട്ട് കൊളംബോ എയർപോർട്ടിൽ നിങ്ങൾ പൊക്കോളൂ എങ്ങനെ ഒരു മറുപടിയാണ് ശ്രീലങ്കൻ എയർവേസ് അധികൃതർ പറഞ്ഞത്